തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി സംഭവം വീണ്ടും ചർച്ചപ്പെടുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും കോളേജ് അധികൃതരോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസോ അതിനെതിരെ കേസെടുത്തിട്ടില്ല. കേസ് എന്ന് പറഞ്ഞാൽ റാഗിങ്ങിന് കേസെടുക്കാം. സാധാരണ കലാലയങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടന്നാൽ ഹോസ്റ്റൽ മുറിയിലിട്ടോ കോളേജ് മുറിക്കകത്തിട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചോ കോളേജ് ക്യാമ്പസിനകത്ത് എവിടെ വെച്ചോ പീഡനം നടത്തുകയാണെങ്കിൽ ഈ ശാരീരിക പീഡനം, മാനസിക പീഡനം അങ്ങനെ എന്ത് നടത്തിയാലും അത് റാഗിങ് കേസ് ഉൾപ്പെടുത്തി അവർക്കെതിരെ ഈ അക്രമികൾക്കെതിരെ കേസെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇത്രയും വലിയ ഒരു ക്രൂരത ചെയ്തിട്ട് ഒരു വികലാംഗനായ ഒരു വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ കൊണ്ടിട്ട് ഇടിച്ച് പരുവമാക്കിയിട്ടും റാഗിങ്ങിന് കേസെടുക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ ഇടിമുറി സംഭവത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. സാധാരണ അത് പുറത്തു വരാത്തതാണ്. ആലോചിച്ച് നോക്കുക, പണ്ടാണെങ്കിൽ അവിടെ SFIക്ക് എന്ത് തോന്നിയാസവും ചെയ്യാവുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ ഇടിമുറിക്ക് അടുത്തേക്ക് പോകാൻ പോലും മറ്റുള്ളവർക്ക് ഭയമായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെ ഇടിമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് ഇടിച്ച് പരുവപ്പെടുത്തിയാലും അവരവിടെ കിടന്ന് നിലവിളിച്ചാലും, ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിലവിളിച്ചാലും അടുത്തുള്ള ഓഫീസിലെ അധ്യാപകരോ ഇത് കേൾക്കുന്ന മുകളിലെ മുറിയിലിരിക്കുന്ന പ്രിൻസിപ്പളോ ആരും അങ്ങോട്ട് പോകില്ലായിരുന്നു. മറ്റു കുട്ടികളും അങ്ങനെ അതിനടുത്തോട്ട് പോകില്ല. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇടി അവന്മാർക്കും കിട്ടും. പക്ഷേ ഇപ്പോഴിതാ കുട്ടികൾ വളരെ രഹസ്യമായിട്ടാണെങ്കിലും സ്വന്തം ജീവൻ പണയം വെച്ചിട്ടായിരിക്കും ഏതെങ്കിലും ഒരു കുട്ടി ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോ ആ ഇടിമുറിയിലെ ഈ ചോദ്യം ചെയ്യുന്നതും പീഡിപ്പിക്കുന്നതും റാഗിങ് നടത്തുന്നതുമായ ഇടിമുറി പ്രവർത്തനങ്ങളുടെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വീഡിയോ നമുക്ക് കുറച്ചൊന്ന് കാണാം. രണ്ടാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അനീസിനെയാണ് 1 മണിക്കൂറോളം തടഞ്ഞു വെച്ച് ആക്രമിച്ച് SFI നേതാക്കൾ, സീനിയർ വിദ്യാർത്ഥികളും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് അയാളെ പീഡിപ്പിച്ചതും അയാളെ തല്ലിയതും. അവരെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. സ്വാഭാവികമായും റാഗിങ്ങിന് കേസെടുക്കേണ്ടതാണെങ്കിലും പോലീസ് അത് ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും പോലീസിനെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിന് എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യാതിരുന്നാൽ ഇവർക്ക് എന്തിനാണ് പിന്നെ ഈ പോലീസിൻ്റെ തലയിൽ തൊപ്പിയും യൂണിഫോമും കൊടുത്തിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. സത്യത്തിൽ ഇവിടെ ഒരുതരം ജനാധിപത്യമാണോ നിലനിൽക്കുന്നത് അതോ രാജവാഴ്ചയാണോ നിലനിൽക്കുന്നത്? കാരണം രാജവാഴ്ചയാണെങ്കിൽ രാജാവിനോ രാജാവിൻ്റെ കുടുംബക്കാർക്കോ കൊട്ടാര ദൂതന്മാർക്കോ കൊട്ടാരവാസികൾക്കോ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും പടയാളികൾ ചെയ്യില്ല. അതെത്ര മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും പടയാളികൾ ചെയ്യണം. കാരണം രാജാവിന് അനിഷ്ടം വരും എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ ജനാധിപത്യമാണ്. ജനാധിപത്യ രാജ്യത്ത് പോലീസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പോലീസ് നിഷ്പക്ഷമായിട്ട് നീതി നിർവഹണത്തിന് വേണ്ടി പെരുമാറേണ്ട ഒരു സർക്കാർ സ്ഥാപനമാണ്. ആ പോലീസ് ഇത്തരത്തിൽ ഇത്തരം നഗ്നമായി തന്നെ ഈ ചട്ടപ്രകാരം നോക്കുമ്പോൾ റാഗിങ്ങിന് കേസെടുക്കാൻ പറ്റുന്ന കേസായിട്ട് പോലും സംഭവമായിട്ട് പോലും അവർക്കെതിരെ വേറെന്തോ തല്ലി ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസെടുത്തിട്ടേ ഉള്ളൂ. റാഗിങ്ങിന് കേസെടുത്തിട്ടില്ല എന്നതാണ്. ഭിന്നശേഷി അവകാശ നിയമത്തിലെ 92A 92B വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. അവരൊക്കെ ഇപ്പോൾ ഈ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ റാഗിങ്ങിന് കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയ ഇടപെടലും പ്രതികളിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത ബന്ധുവായത് കാരണം പ്രതികളെ പിടിക്കാതെ പോലീസ് ഒത്തുകളിക്കുന്നുവെന്നും ആക്ഷേപമുണ്ട്. കേസ് എടുത്തിട്ട് പോലും ഈ വികലാംഗ നിയമപ്രകാരമുള്ള കേസുകൾ എടുത്തിട്ട് പോലും ആരെയും തന്നെ ഇതുവരെയും ചെയ്യുകയോ പിടികൂടുകയോ കസ്റ്റഡിയിലെടുത്ത് ഇട്ടിട്ടില്ല. അതെല്ലാം രാഷ്ട്രീയ നേതാക്കളുടെ അടുത്ത ബന്ധുക്കളും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും
ഒരു പോലീസുകാരൻ്റെ തിരുവനന്തപുരത്തെ സിറ്റിയിൽ തന്നെ ഒരു പ്രധാന പോലീസുകാരൻ്റെ അടുത്ത ബന്ധുവുമാണ് ഈ SFI ഗൂണ്ടയായി നിന്ന് തല്ലിയവരിൽ ഒരാളും. അതുകൊണ്ട് തന്നെ ഇവരാരെയും അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ പോലീസും തയ്യാറാകുന്നില്ല. എന്തായാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ SFI യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി വിചാരണ നടത്തുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 2 പേരെ യൂണിറ്റ് ഓഫീസിൽ ഇരുത്തി ഭീഷണിപ്പെടുത്തുന്നതാണ് ദൃശ്യത്തിൽ ഉള്ളത്. നമ്മൾ കണ്ടതാണത്. 10ഓളം വരുന്ന SFIക്കാർ വളഞ്ഞു നിൽക്കുമ്പോൾ യൂണിറ്റ് ഭാരവാഹി തല്ലിത്തീർക്കാൻ വെല്ലുവിളിക്കുന്നതും വീഡിയോയിൽ കാണാം. തല്ലടാ തല്ലടാ, ധൈര്യമുണ്ടെങ്കിൽ തല്ലടാ എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെറുതായിട്ടെങ്കിലും നമ്മൾ കേൾക്കാൻ പറ്റുന്നതാണ്. എതിരാളികളെ കൈകാര്യം ചെയ്യാനാണ് SFI വീണ്ടും ഇടിമുറി തുറന്നത്. നേരത്തെ ഇടിമുറി ഉണ്ടായിരുന്നില്ല, വീണ്ടും തുറക്കുകയാണ് ഉണ്ടായത്. കോളേജിലെ ഓഫീസിന് സമീപത്താണ് യൂണിയൻ ഓഫീസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇടിമുറി. നോക്കുക, കോളേജിൽ എപ്പോഴും അധ്യാപകരും പ്രിൻസിപ്പളും ഒക്കെ കയറി ഇറങ്ങുന്ന കോളേജ് ഓഫീസിനടുത്താണ് ഇടിമുറിയ. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ ഇടിമുറിയിൽ എന്ത് ശബ്ദം കേട്ടാലും, എന്ത് അട്ടഹാസങ്ങൾ കേട്ടാലും, എന്ത് അസഭ്യ വാക്കുകൾ ചെവി പൊട്ടുന്ന തരത്തിൽ അവിടെ നിന്ന് കേട്ടാലും പാവം അധ്യാപകർ മിണ്ടില്ല. ഈ പാവം അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഞാൻ പിൻവലിക്കുന്നു. കാരണം അവിടെ ഉള്ള അധ്യാപകരിൽ പലരും ഇടതുപക്ഷ അനുഭാവികളാണ്. അവരെല്ലാം SFIക്ക് പിന്തുണ കൊടുക്കുന്നവരാണ്. ഒരു അധ്യാപകർ എന്ന നിലയിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തവരാണ് എന്നത് കാണാം. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അധ്യാപകർക്ക് കുട്ടികളെ ഭയന്ന് പേടിച്ച് ജോലി ചെയ്യേണ്ട ഗതികേട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യം വളർന്ന് അവിടെ എത്തിയിരിക്കുന്നു. ഗുരു ശിഷ്യനെ ഭയക്കണം. ശിഷ്യൻ പറയുന്നത് പോലെ ക്ലാസ്സിലെത്തണം. ശിഷ്യൻ പറയുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണം. ശിഷ്യൻ പറയുന്നു ഇന്ന് പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കില്ല. ഇന്ന് ഇയാൾ ക്ലാസ്സിൽ വരണ്ട എന്ന് ശിഷ്യന്മാർ പറഞ്ഞാൽ ഗുരു പോകില്ല. അത്തരത്തിലായിരിക്കുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ വളർച്ച എന്ന് തോന്നുന്നു. അവിടെയാണ് ഞാൻ പലപ്പോഴും പറയുന്ന ഫാസിസം അതിൻ്റെ വലിയ ഉഗ്ര പത്തി ഉയർത്തി നിൽക്കുന്നത്. ഈ മറ്റാരെയൊക്കെയാണ് ഇവർ ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇവർ മാർസിസ്റ്റുകളുമാണ്, എന്നാൽ ഫാസിസ്റ്റുകളുമായി മാറിയിരിക്കുന്നു. എന്ന് വെച്ചാൽ രണ്ടും കെട്ടവരായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. എന്നാൽ SFIയുടെ യൂണിവേഴ്സിറ്റി കമ്മിറ്റി ഓഫീസും ഇവിടെയാണ്. ഈ ഇടിമുറിക്ക് അടുത്താണ് അവിടെ ഓഫീസ്. വിചാരണയ്ക്കും മർദ്ദനത്തിനും SFI താവളമാക്കുകയാണ് ഇവിടം. കഴിഞ്ഞ ദിവസം വിദേശക്കാരനായ വിദ്യാർത്ഥി മുഹമ്മദ് അനസിനെ ഇവിടെ ബന്ദിയാക്കിയാണ് SFI നേതാക്കൾ ക്രൂരമായി ആക്രമിച്ചത്. മുമ്പ് ക്യാമ്പസിന്റെ ഒത്ത നടുക്കായിരുന്നു യൂണിറ്റ് ഓഫീസ്, ഒത്ത നടുക്കായിരുന്നു. അത് പിന്നെ മാറിയിട്ടാണ് പുതിയ ഇടിമുറി വന്നതും ആ ഇടിമുറി ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഇടിമുറി തുറന്നതോടുകൂടി നമുക്ക് വാർത്തകൾ ലഭിക്കാനും തുടങ്ങി. യൂണിവേഴ്സിറ്റി കോളേജിലെ SFI ക്രൂരതയുടെ വാർത്തകൾ. SFI നേതാക്കൾ പ്രതിയായ കത്തിക്കുത്തു കേസിലെ പശ്ചാത്തലത്തിൽ കോളേജിൽ പോലീസ് പരിശോധന നടത്തുകയും ഇടിമുറിയിൽ ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ആയുധങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. സംഭവം വിവാദമായതോടെ അന്ന് ഇടിമുറി ഒഴിപ്പിച്ച് ക്ലാസ് മുറിയാക്കി. ഇപ്പോൾ വീണ്ടും അനധികൃതമായിട്ട് യൂണിയൻ ഓഫീസ് ആരംഭിച്ചു. സമാന്തര അധികാര കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് SFI. എതിർക്കുന്നവരെ ഈ മുറിയിലിട്ട് മർദ്ദിക്കുന്ന പതിവുണ്ടെന്ന വിദ്യാർത്ഥികളുടെ പരാതി ശരിവയ്ക്കുന്നതാണ് അനസിനും അഫ്സലിനും നേരിട്ട അനുഭവം. SFI നാട്ടിൽ DYFIക്കാരായിരുന്നിട്ട് പോലും യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാരിൽ നിന്നും രക്ഷയില്ലാത്ത അവസ്ഥയായിരിക്കുന്നു ഒരു DYFIക്കാരന് പോലും. CPMനോ DYFIക്കോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വിഭാഗമായിട്ട് SFI മാറിയിരിക്കുന്നു. ഒരു പാർട്ടി എന്ന നിലയിൽ, ഒരു അച്ചടക്കം എന്ന കെട്ടുറപ്പുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ അവർക്ക് അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വന്നാൽ അവരുടെ സർവ്വ സംഘടനാ ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. SFI അത്തരത്തിൽ ഒരു ആർക്കും പിടികൊടുക്കാതെ, ആർക്കും വഴങ്ങാത്ത, പാർട്ടി നേതൃത്വത്തിനും വഴങ്ങാത്ത ഒരു പ്രസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ ഒരു കൊള്ള സംഘമായിട്ട്, ഒരു ഗൂണ്ടാ സംഘമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ സംഭവം കാണുന്നത്. കോളേജിലേക്ക് ചെല്ലാനുള്ള ഭയം മൂലം പ്രിൻസിപ്പളിന് പരാതി ഇമെയിൽ നൽകിയെങ്കിലും ആർക്കെതിരെയും നടപടിയെടുത്തിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചെന്ന് പരാതി കൊടുക്കാൻ ഭയമാണ്. അങ്ങനെ നേരെ ഇമെയിലാണ് പരാതി കൊടുക്കുന്നത്. നേരിട്ട് ചെന്ന് പരാതി കൊടുത്താൽ
അതിന് മുമ്പ് തന്നെ അവിടെ ഇട്ട് ഇടി കൊടുക്കും. ചിലപ്പോൾ നേരെ ചൊവ്വേ അവൻ വരില്ല, കയ്യും കാലും ഒടിഞ്ഞേ വരാൻ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിലെ SFI നേതൃത്വത്തിന്റെ ദാഷ്ട്യത്തിന് മുന്നിൽ സ്വന്തം സംഘടനയിൽപ്പെട്ടവർക്ക് പോലും രക്ഷയില്ലെന്ന് തെളിയിക്കുന്നതാണ് കോളേജിലെ SFI ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി അംഗവും നാട്ടിൽ DYFI പ്രവർത്തകനുമായ അനസ് നേരിട്ട അക്രമം എന്ന് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. കൊടികെട്ടാൻ മരത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള നേതാക്കളുടെ കൽപ്പന കാലിന് സ്വാധീനമില്ലാത്തതിനാൽ അനുസരിക്കാത്തതിൻ്റെ പ്രതികാരമായാണ് കോളേജിലെ ഇടുമുറിയിൽ കൊണ്ടിട്ട് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത്. ഗലാംഗനായതുകൊണ്ട് മരത്തിൽ കയറാൻ പറ്റില്ല, പക്ഷെ കയറിയ SFI നേതാവ് പറഞ്ഞാൽ കയറിയേ പറ്റാത്തത് കൊണ്ടാണ് കൊണ്ടിട്ട് ഇടിച്ചത് എന്നാണ്. കലാലയങ്ങളിൽ SFI ക്രിമിനൽ സംഘമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഭരണത്തിൽ കൂടെ നിൽക്കുന്ന AISF എന്നുള്ള സംഘടന, അതായത് CPIയുടെ വിദ്യാർത്ഥി സംഘടന പറയുന്നത്. എപ്പോഴും CPIയുടെ വിദ്യാർത്ഥി സംഘടനയും SFIയും തമ്മിൽ ഒരു ചേർച്ചയും ഉണ്ടാകാറില്ല. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇടത് മുന്നണി എന്ന പേരിൽ, ഇടത് വിദ്യാർത്ഥി സംഘം എന്ന പേരിലൊക്കെ ചില ഒരുമിച്ചുള്ള സമരങ്ങളൊക്കെ നടത്തും. പക്ഷേ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴേക്കും ഇവർ തമ്മിലടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നതാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു AISF വനിതയെ അസഭ്യം പറഞ്ഞതും പുറകിൽ നിന്ന് ചവിട്ടിയതുമായ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തായാലും കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് പറയുന്നത് കൊല്ലം ജില്ലയിൽ വ്യാപകമായ അക്രമമാണ് ഈ SFIക്കാർ അഴിച്ചുവിട്ടിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല, ജില്ലയിൽ പലയിടത്തും. കാരണം പല സ്ഥലങ്ങളിലും കോളേജിൽ ഈ അധ്യയന വർഷത്തിൽ തന്നെ പുനലൂർ SN കോളേജ്, കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ്, കൊട്ടിയം NSS, അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് ഉൾപ്പെടെ ജില്ലയിലെ ക്യാമ്പസുകളിലെല്ലാം വലിയ അക്രമമാണ് SFI അഴിച്ചുവിട്ടത്. അവിടെ വലിയ പരാജയം തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നതാണ് പറയുന്നത്. ജില്ലയിൽ വ്യാപകമായി ഉണ്ടാകുന്ന ഈ അക്രമ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന SFIയെ നിലയ്ക്കു നിർത്താൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകണമെന്നും ജനാധിപത്യത്തെ തകർക്കുന്ന ഈ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും AISF നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും കൂടെയുള്ള വിദ്യാർത്ഥി സംഘടന പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഫാസിസ്റ്റ് സംഘടനയായി SFI മാറിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ കാണുന്നത്.